ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ്. എന്താണ് വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുമാതിരി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കടക്കാം കേട്ടോ. യൂട്യൂബ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമല്ലോ. അതിനുശേഷം നമ്മൾ നമ്മുടെ യുവർ ചാനൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഇത് ഇവിടെ വന്ന് അതിന് ശേഷം നമ്മൾ ഒരു വീഡിയോസ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിനായിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്, അപ്ലോഡ് വീഡിയോസ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം സെലക്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യാണ്. ഏതെങ്കിലും ഒരു വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഞാനിപ്പം ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ടൈറ്റിൽ കൊടുക്കുക. അതായത് എന്താണ് വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുന്നതാവും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ടൈറ്റിൽ നോക്കിയായിരിക്കും സംഭവങ്ങൾ വായിക്കുക. അപ്പം ടൈറ്റിലിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. ഡിസ്ക്രിപ്ഷന് ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, എന്താണ് വീഡിയോ, ആ വീഡിയോൻ്റെ ഇപ്പോൾ ആപ്പിളിൽ നിന്ന് ഞാൻ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാണ്. തൽക്കാലം എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് വിക്കിപീഡിയന്ന് നമുക്കൊരു പാരഗ്രാഫായിട്ടോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക. ഇതേമാതിരി കുറേ പാരഗ്രാഫ്സ് സെൻറ്റൻസസ് കുറേ ഉണ്ടാവില്ലേ. ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്യാനാണ്. അതായത് 5000 ക്യാരക്ടറാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ 5000 വരെയുള്ള ക്യാരക്ടർ നമുക്ക് ജസ്റ്റ് കൊടുക്കാം ഇതിൽ. ഇതിപ്പം അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനാണ്. അതായത് നമ്മൾ എന്താണോ വീഡിയോയിൽ പറയുന്നത് അതിനെ പറ്റില്ല ചെറിയൊരു, അതായത് കുറച്ച് ഒരു 5000 കുറയണതോ അല്ലെങ്കിൽ 5000 എത്തുന്നതോ ആയ കുറച്ച് സെൻറ്റൻസസുകൾ നമുക്ക് ഇതിൽ കൊടുക്കാം. അതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഡിസ്ക്രിപ്ഷനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല.
കാരണം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ലോഡ് തമ്പനെയിൽ. അതായത് ഞാൻ ഇപ്പം യൂട്യൂബ് എടുക്കുകയാണ്. യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ ഓരോരോ പിക്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ചാനലിൻ്റെ തമ്പനെയിലാണ് ഈ ഫ്രണ്ട് കൊടുത്ത പിക്ചർ. അതേമാതിരി ഈ ചാനലിൻ്റെ തമ്പനെയിലാണ് ഈ ഫ്രണ്ട് കൊടുത്ത പിക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതാണ് അപ്ലോഡ് തമ്പനെയിൽ. അപ്ലോഡ് തമ്പനെയിൽ എന്ന് വെച്ചാൽ നമ്മൾ തമ്പനെയിൽ അപ്ലോഡ് ചെയ്യുക, അതുള്ള ഓപ്ഷനാണ്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏതാണോ വീഡിയോ ചെയ്യണത് അതിൻ്റെ ഫ്രണ്ടിൽ, അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് തമ്പനെയിലിനെ പറ്റി ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആ ഫ്രണ്ടിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇമേജസൊക്കെയാണ് ഈ തമ്പനെയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വരിക, നമ്മളെ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ വരിക. ഇനി നമ്മൾ ഇവിടെ കിഡ്സിനുള്ള വീഡിയോ ആണോ ചോദിക്കണം, നോ കൊടുക്കുക. മോർ ഓപ്ഷൻസിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക, അതുമാതിരി ഇതും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടാക്സ് കൊടുക്കുക. ടാക്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വാട്ട് ഈസ് സിം എന്ന് സെർച്ച് ചെയ്യാണ്. ഇതിന് നേരെ അടിക്ക് വരിക. അപ്പോൾ അത് അങ്ങനെ ഉണ്ടല്ലോ, സെർച്ചസ് റിലേറ്റഡ് ടു വാട്ട് ഈസ് സിം. ഇതൊക്കെ എന്താണ്, ടാക്സുകളാണ്. ഈ ടാക്സുകളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. ആ ടാക്സൊക്കെ ഇവിടെ കൊടുക്കാം. അതിന് ശേഷം വീഡിയോ ലാംഗ്വേജസ് മലയാളം പറഞ്ഞ സർട്ടിഫിക്കറ്റ് കാശിന് നമുക്ക് ഏതെങ്കിലും കൊടുക്കാം. റെക്കോർഡിംഗ് ഡേറ്റ്, റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റാണ്. വീഡിയോ ലൊക്കേഷൻ ഓടുന്നതാണ് ചെയ്യണത്, അതാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതൊക്കെ ചെയ്യാം. അതിനുശേഷം ഇത് വരും വീഡിയോ എലമെൻറ്റ്. അതായത് ഇവിടെ ഫുള്ളായാലേ സംഭവം വീഡിയോ എലമെൻറ്റ്സിൽ വരുള്ളൂ. അപ്പം ഇവിടെ ആഡ് ടു എൻഡ് സ്ക്രീൻ, അതായത് ഞാനിപ്പം ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കാൻ, എൻ്റെ ഒരു വീഡിയോ തന്നെ എടുക്കാം. ഇതെടുക്കുക. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് ഞാൻ അവിടെ. അപ്പോൾ ലാസ്റ്റേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. അതായത് ഈ വീഡിയോ നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ, അതുമാതിരി ഇവിടെ വീഡിയോസ് എന്താണോ അടുത്ത വീഡിയോസ് പ്ലേ ചെയ്യണത് അതിൻ്റെ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഈ സംഭവം, ആഡ് എൻഡ് സ്ക്രീൻ എന്നുള്ള സംഭവം. അതാണ് നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ. ഇനി വിസിബിലിറ്റി, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യണ ഏത് വെച്ചിട്ടാണ്, അതായത് ഷെഡ്യൂൾഡ് ടൈം വെച്ചിട്ടാണെങ്കിൽ, അതായത് ഇവിടെ ഷെഡ്യൂൾ കൊടുക്കുക, അതായത് അതിന് ശേഷം ടൈം കൊടുക്കുക. പിന്നെ പബ്ലിക്, അതായത് എല്ലാവർക്കും കാണുന്നുണ്ടെങ്കിൽ പബ്ലിക് ആക്കുക. അതിനുശേഷം സെറ്റ് ആസ് ഇൻസ്റ്റൻറ്റ് പ്രീമിയർ എന്ന് കൊടുക്കുക. അതുപോലെ അൺലിസ്റ്റഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അൺലിസ്റ്റഡ് പറഞ്ഞാൽ നമുക്ക് മാത്രം കാണുന്നുണ്ടെങ്കിൽ ഇത് അൺലിസ്റ്റഡ് ആക്കുക, അതേമാതിരി പ്രൈവറ്റ് ആക്കുക. അതിനുശേഷം പബ്ലിഷ് ചെയ്യുക. ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ടതിന് ശേഷം
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ആരും മറക്കരുത്. അതുമാതിരി കമൻറ്റ്സ് ഇടാൻ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു.